ഹായ് PSC സൊല്യൂഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 3യിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പ്രിലിമിനറി എക്സാമിനേഷൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ഓപ്ഷൻ എ ആണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാര്? സർദാർ KM പണിക്കരാണ് കേട്ടോ. സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ്. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് K ശിവനാണ്. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഓപ്ഷൻ സി ആണ് ബോംബെ യൂണിവേഴ്സിറ്റി. ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യൻ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത്. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ ആണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അതായത് GST അത് നിലവിൽ വന്നത് എപ്പോഴാണ്? ജൂലൈ 1, 2017 ജൂലൈ 1, 2017 ഇന്ത്യയിൽ GST നിലവിൽ വരുന്നത്. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ സി ആണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിംഗ് ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. ടോക്കിയോ ഒളിമ്പിക്സ് ജാവലിംഗ് ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? നീരജ് ചോപ്രയാണ് കേട്ടോ. നീരജ് ചോപ്രയാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിംഗ് ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഉണർവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അതിൽ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് ഡെൽറ്റകൾ കാണപ്പെടുന്നു, അത് ശരിയാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു, അതും ശരിയാണ്. അപ്പോൾ അത് 3ഉം 4ഉമാണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഗോദാവരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസി എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസി എന്ന് പറയുന്നത് മുംബൈ ആണ് കേട്ടോ, മുംബൈ.
കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത ദേശീയ ജലപാത 3 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ് കേട്ടോ, കൽക്കരിയാണ്. സൗരോർജം, വേലിയോർജം, ജൈവവാതകം ഇതൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് എക്സാമ്പിളാണ് കേട്ടോ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഓപ്ഷൻ സി ആണ് കേട്ടോ, ഡിഗ്ബോയി ആണ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ, ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വെള്ള നിറമാണ്. 1950 ജനുവരി 24 ഭരണഘടന നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? 1950 ജനുവരി 24 ഭരണഘടന നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദിയാണ്, ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേമാതരമാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1993 1903 ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955 കേട്ടോ, 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു എന്നുള്ളത് ഭഗത് സിംഗുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്.
മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. നൈം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നൈം താലിം ഗാന്ധിജിയുടേതാണ് കേട്ടോ. ഇനി നമുക്ക് കറക്റ്റായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പം 1, 2, 3 ശരിയാണ്. 4 ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 3 മാത്രം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്നുള്ളത് എന്താണ്? തെറ്റാണ് ഇവിടെ. കറക്റ്റായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതൊക്കെ എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ടിട്ടുള്ള പ്രധാന വെല്ലുവിളികളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 2 മാത്രമാണ്. അതായത് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1916 DK കാർവേ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു എന്നുള്ളതും ശരിയായിട്ട് വരുന്ന പ്രസ്താവനകളാണ്. അപ്പം ആൻസർ ബി ആണ് കേട്ടോ, 2 മാത്രം. അതായത് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 1ഉം 4ഉമാണ് കേട്ടോ. അതായത് നേഷൻ ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. അതുപോലെ കേസരി മറാത്ത ബാലഗംഗാധര തിലക് ആരുടെയാണ്? ബാലഗംഗാധര തിലക്. വോയിസ് ഓഫ് ഇന്ത്യ വന്ദേ മാതരം ഇത് തെറ്റാണ് കേട്ടോ. വോയിസ് ഓഫ് ഇന്ത്യ ഇവിടെ ലാല ലജ്പത് റോയ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാബായ് നവറോജിയുടെയാണ് വോയിസ് ഓഫ് ഇന്ത്യ. അതുപോലെ വന്ദേ മാതരം ആരുടെയാണ്? ലാല ലജ്പത് റോയിയുടെയാണ്. തിരിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം 2, 3 ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ട് വരുന്ന ഏതാണ്? 1ഉം 4ഉമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഏതൊക്കെയാണ്? 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 3ഉം 4ഉമാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC അതായത് ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, MN ജോഷി, അതുപോലെ ലാല ലജ്പത് റോയ്. ഓക്കെ. ഗദ്ദർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? തെറ്റാണ് കേട്ടോ. ഗദ്ദർ പാർട്ടി ലാല ഹർദയാലിൻ്റെയാണ്. അടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു എന്ന് കൊടുത്തിട്ടുണ്ട്. CR ദാസ് മോത്തിലാൽ നെഹ്റുവിൻ്റെത് സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും കേട്ടോ. ദാദാബായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദാദാബായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. അതായത് INCയുടെ ആദ്യ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ദാദാബായ് നവറോജി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ് കേട്ടോ. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. ഓക്കെ. ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതാണ്?
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പേര് നിർദ്ദേശിച്ചു. അപ്പം കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റായിട്ട് ആൻസർ. അതായത് 2ഉം 3ഉം ആണ് ശരി. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 2, 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലാം ശരിയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 1, 2, 4 ശരിയാണ്. ഒന്നാമത്തേത് 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. അടുത്തത് 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാകുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കേട്ടോ 2 മാത്രം. അതായത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഇനി ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ്. കേരളത്തിലെ കായലുകൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2 മാത്രം. അതായത് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഇടമലയാർ, മുതിരപ്പുഴ എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. അടുത്തത്, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട് കായലിൽ പതിക്കുന്നു. അപ്പം 1, 3 ശരിയാണ്. 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കേട്ടോ 2, 3 ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി 780 മെഗാവോൾട്ടാണ്. അത് 2 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2ഉം 3ഉം ആണ് കേട്ടോ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 3ഉം ആണ് തെറ്റായിട്ട് വരുന്ന പ്രസ്താവനകൾ. ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ്. അതായത് വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? ആനയാണ്. അതുപോലെ തന്നെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം ആണ് കേട്ടോ തെറ്റായിട്ട് വരുന്ന പ്രസ്താവനകൾ.
കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 47ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 2, 3 ആണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ. അതായത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. അപ്പോൾ അത് രണ്ടുമാണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. അതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അതായത് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി എന്ന് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കുഫോസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. 1ഉം 4ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ട് വരുന്ന ഏതൊക്കെയാണ്? മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാൻ മന്ത്രി സമ്പദ് യോജനയാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ജെൻഗു ആണ്. അപ്പോൾ അത് രണ്ടും ശരിയായിട്ട് വരുന്ന പ്രസ്താവനകളാണ്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. അതായത് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ്. അടുത്തത് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിനു വേണ്ടി പ്രയത്നിച്ചു. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? PR ശ്രീജേഷ് ആണ് കേട്ടോ. അടുത്തത് KD ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അപ്പോൾ 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പരിഷ്കർത്താവ്, 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കേട്ടോ. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അപ്പം 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരഗുരുദേവനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 4 മാത്രമാണ് തെറ്റായിട്ട് വരുന്ന പ്രസ്താവനകൾ. ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുമാരഗുരുദേവനാണ്. അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ്. വെട്ടിയാട്ട് അടി ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തെറ്റായിട്ട് വരുന്ന പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നാനാജാതി മതസ്ഥൻ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, ഘോഷ ബഹിഷ്കരണം, വിധവ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 2, 3, 4. അതായത് അരയ സമാജം, അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. അതായത് അരുവിപ്പുറം പ്രതിഷ്ഠ 1888 അടുത്തത് ഏതാണ്? ടാഗോറിൻ്റെ സന്ദർശനം, അത് 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിൻ്റെ സമാധി 1928. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. 1, 3 ആണ് ശരിയായിട്ട് വരുന്നത്. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു.
ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് 1937 അയ്യൻകാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അപ്പം 3ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. 3 മാത്രം. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. അക്കമ്മച്ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഒന്നാമത്തത് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമച്ചെറിയാൻ്റെ ആത്മകഥ ജീവിതമൊരു സമരം. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഒന്നാമത്തത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘമാണ്. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനമാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു? ഓപ്ഷൻ ബി ആണ്. 20% ആണ് കേട്ടോ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു? ഓപ്ഷൻ ബി ആണ്. 20% ആണ്. സ്പോർട്സ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ആണ് കേട്ടോ. റിക്കറ്റ്സി ആണ്. മനുഷ്യ ശരീരത്തിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കരളാണ്. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ സി ആണ്. ജലം. അടുത്ത ക്വസ്റ്റ്യൻ, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഓപ്ഷൻ സി ആണ്. ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. ഓപ്ഷൻ ബി ആണ് കേട്ടോ. തട്ടേക്കാടാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. തിരുവനന്തപുരമാണ്. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം. ഓപ്ഷൻ ബി ആണ്. അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. റൈസോബിയമാണ്. ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 2, 4 ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ഡി ആണ്. സിങ്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് ത്രികങ്ങൾ, ഡോബറൈനർ, അഷ്ടകങ്ങൾ, ന്യൂലാൻസ് ആണ്. ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലിയേഫിൻ്റെയാണ്. ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ മോസ്ലിയുടെയാണ് കേട്ടോ.
ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ഓപ്ഷൻ എ ആണ് കേട്ടോ, ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ആൻസർ. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം എന്നുള്ളത് തെറ്റാണ്. ശരിയായിട്ട് വരുന്നത് സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി, ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം, സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏത്? ഓപ്ഷൻ എ ആണ് അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക് ആണ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഓപ്ഷൻ സി ആണ് കേട്ടോ, സ്ഥിതികോർജ്ജമാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരേത്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരേത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, പ്രകീർണനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പാസ്കലാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം ഓപ്ഷൻ ഡി ആണ് പ്രവേഗം.